സുന്ദര ഗ്രാമം. കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കേരളത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്തിലും ഓരോ വ്യക്തിയിലും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒപ്പം ഓരോ ഗ്രാമപഞ്ചായത്തും അഭൂതപൂർവമായ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാവേലിനാടിന്റെ ഓർമ്മയിലേക്ക്, സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുകയാണ്. തിക്കോടി ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച അനന്യസാധാരണമായ വികസനത്തിന്റെ നേർചിത്രം ഇതാ നിങ്ങൾക്ക് മുന്നിൽ അനാവൃതമാകുന്നു. എന്റെ ഗ്രാമം സുന്ദര ഗ്രാമം. അതുകൊണ്ടല്ലേ നമ്മൾ നിർത്താൻ പറഞ്ഞു കൊടുത്തേ. ജാതിപ്പേര് വിളിച്ചാലുണ്ടല്ലോ, വായിക്കാനും വായിക്കാനും ഞാൻ നോക്കില്ല, വിവരറിയാം. ചാക്കുള്ളിലെത്തി ആ പതിന്റെ നടത്തം നോക്കിയേ. ഇങ്ങനെയൊക്കെയല്ലേ പണ്ടൊരു വാഴക്കുല നോട്ടീച്ചെന്ന് പറഞ്ഞ് എന്റെ കാല് തല്ലി പിടിച്ച? പിന്നെ ഞങ്ങളായത് കൊണ്ട് അന്ന് കൊല്ലാണ്ട് വിട്ട് കേൾക്കൂ, ചാക്കുള്ളിലെത്തി. സംഗതിയൊക്കെ ശരിയാണെങ്കിലും പണ്ടെങ്ങാണ്ടൊരു വാഴക്കൊടി ഏതാണ്ട് അടക്കയെ മോഷ്ടിച്ചതിന് ഇപ്പോഴും അവനെ കള്ളാന്ന് വിളിക്കുന്നത് ശരിയാണോ? പുറത്തെയാണെങ്കിലും നിനക്ക് ജോലിയുണ്ടടി. കാലം മാറി, ജാതിപ്പേര് വിളിച്ചാണല്ലോ. ആരെന്ത് പറഞ്ഞിട്ടെന്താ? 10-ാം വയസ്സിൽ ഒരടക്ക നട്ടവൻ 100-ാം വയസ്സ് വരെ നല്ലവനായി ജീവിച്ചാലും കള്ളാന്നുള്ള പേര് പോവില്ല. അവന് മാത്രമല്ല, അവന്റെ കുടുംബത്തിനും കള്ളപ്പേര് തന്നെയാ. ഇന്ത്യക്കാരെ മൂപ്പാന്ന് പേരിട്ട് ആ പേരാദ്യം പറ്റണം. നിങ്ങൾക്ക് മൂപ്പുമില്ല, ഒരു വിവരവും ഇല്ല. കാലം മുന്നോട്ടാ പോകുന്നത്. മനുഷ്യ സമൂഹം പലതും പരിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ഒരു കാലില്ലാത്തവനെ ഒറ്റക്കാലെന്ന് വിളിച്ച കാലം പോയി. ഉടമ്പുള്ളവനെ ചട്ടനെന്ന് വിളിച്ച കാലവും പോയി. എഴുതാനും പറയാനും കഴിയാത്തവന് ഒറ്റക്കാലെന്ന് വിളിച്ച കാലവും പോയി. എന്നവരൊക്കെ ഭിന്നശേഷിക്കാരാ. എന്ത് ശേഷിക്കാര്? ഭിന്നശേഷിക്കാര്. പരപുരുഷ ബന്ധമുള്ള സ്ത്രീകളെ പണ്ട് വിളിച്ച പേര് ഇപ്പോൾ ആരെങ്കിലും വിളിക്കുമോ?
അല്ലോ അതും മാറിയോ? എനിക്കല്ലേ വിവരമുള്ളു. ആ ബേബി ഇനി പറ സെക്സ് വർക്കേഴ്സ് ദാറ്റ്സ് ഓൾ. എങ്ങനെ അങ്ങനെ 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 ഞമ്മക്കത് പറയാൻ കിട്ടൂല. ഞമ്മള് പഴയ പേര് തന്നെ വിളിക്കും. എന്നാ പിന്നെ ഇതുപോലെ നടക്കേണ്ടി വരും. പോയി ഞാൻ തല്ലും കിട്ടും. എല്ലാരും ഉണ്ടല്ലോ. എന്താ പരിപാടി? തൊഴിലുറപ്പിന് പുറപ്പെട്ടതാ. ഇനിയും ആളുകൾ വരാനുണ്ട്. അല്ലടാ കുഞ്ഞെ, നിന്നെ കുറെ കാണാനല്ലോ കാണാത്തെ. എന്ത് വിവരങ്ങളാണോപ്പ നിങ്ങൾ ചോദിക്കുന്നേ? പകലെങ്കിലും ഇവന് ഉറങ്ങണ്ടേ? മനുഷ്യന്മാരെല്ലാം കൂർക്കം വലിച്ചുറങ്ങുമ്പോ അല്ലേ ഇവരെ പോലത്തെ കള്ളന്മാര് പുറപ്പെടുക. ഇങ്ങനെ പൊട്ടിക്കാൻ്റെ പോലെ തന്നെ ഒരു വർക്കും നടക്കുന്നില്ല. നടക്കുന്നില്ലേ? ആ പറഞ്ഞ പോലെ ചാപ്പിനൊന്നും നന്നായിട്ടുണ്ട്. അതെ അതെ ചകുനി. സകല ഒരു മിനുമിനുമ്പ് കഴിഞ്ഞോ? എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഞാൻ കട്ടും മോട്ടിച്ചാ ജീവിക്കുന്നതെന്നാ? മൂപ്പൻ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പാഞ്ചൊല്ലി? അല്ലോ ഈ പൈങ്കൊല്ലി ഇപ്പൊ ഉണ്ടോ? അല്ല, അറിയാനിട്ട് ചോദിക്കുക. നിങ്ങൾക്കൊക്കെ കണ്ണ് മുഖത്ത് തന്നെയല്ലേ പിടിപ്പിച്ചത്? അല്ല, ചോട്ടിന് വല്ലെടുത്തു ആണോ? നിങ്ങളെന്തീ ചോട്ടിനെ തെരഞ്ഞു നടക്കുന്നേ? കണ്ണ് അല്ല, ഓൻ പറഞ്ഞ സ്ഥിതിക്ക് ആദ്യം ഒന്ന് നോക്കണ്ടേ? ചാക്കുണ്ട് ഇപ്പോ 6-ാം പാർട്ടി എന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഒന്നല്ല 10 ചോദിക്കും. കക്കാൻ പോണെങ്കിൽ നാട് മുഴുവൻ ഇരുട്ട് വേണ്ടേ? വേണം. ശരിയാ. ഇപ്പൊ നമ്മുടെ നാട്ടില് രാത്രിയാൽ എവിടെയാ ഇരുട്ടുള്ളത്? അത് ശരിയാ. സൂര്യൻ അസ്തമിച്ചാ പിന്നെ ഇരുട്ടല്ലേ? പിന്നെന്താ? മൂപ്പ ഇപ്പം ചാക്കുണ്ടി പറഞ്ഞതിന് കാര്യമുണ്ട്. പണ്ടൊക്കെ സൂര്യാസ്തമിച്ച നമ്മുടെ പഞ്ചായത്തില് കൂരാക്കൂരിട്ട് തന്നെയായിരുന്നു. എന്നാ ഇപ്പൊ അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കു പെങ്ങളെ. കണ്ണില്ലാത്തവർ കാണട്ടെ, കാതില്ലാത്തവർ കേൾക്കട്ടെ. നമ്മുടെ വാർഡ് മെമ്പർ രാത്രി പകലാക്കി മാറ്റിയില്ലേ? ഇരുട്ട് കട്ടകെട്ടി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നേരം പുലരുവോളം ഇപ്പോൾ 100 വാട്ടിന്റെ ബൾബല്ലേ കത്തുന്നത്. ഇപ്പോ പഞ്ചായത്ത് ഒന്നാകെ രാത്രിയെ പകലാക്കി മാറ്റിയില്ലേ? അതിന്റെ പേരാണ് വെളിച്ച വിപ്ലവം. എന്ത് വിപ്ലവം? വെളിച്ചമേ വെളിച്ചമേ. മാറ്റമെന്ന മാറ്റമേ വഴിക്കു മാറണം. മാറി മാറി മനുഷ്യരൊന്നു പോലെയാകണം. മാറ്റമെന്ന മാറ്റമേ വഴിക്കു മാറണം. മാറി മാറി മനുഷ്യരൊന്നു പോലെയാകണം. വെളിച്ചമേ 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 വെളിച്ചമേ. അതാ വൈദ്യുതിയല്ലോ. ഇനി ഈ നാടിന്റെ മുഴുവൻ കാര്യം വൈദ്യുതി പറയും. അപ്പനും എന്റെ അപ്പന്റെ അപ്പനും ഈ ഗ്രാമത്തിന്റെ വൈദ്യന്മാരായിരുന്നു. അന്നൊക്കെ ഞങ്ങളുടെ വീടുമുറ്റം നിറയെ വിഷം തീണ്ടിയവരുടെ തിരക്കായിരുന്നു. പാമ്പ് കടിയേറ്റവർ, തേളിന്റെ കുത്തേറ്റവർ, കുണ്ടിലും കുഴിയിലും വീണ് കാലൊടിഞ്ഞവർ. എന്നാൽ ഇന്ന് ഒരൊറ്റ മനുഷ്യനും ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്താറേയില്ല. അതെന്താ വൈദ്യന്? നിങ്ങൾ മരുന്നിപ്പൊ പിടിക്കുന്നില്ലേ? മരുന്ന് പിടിക്കാഞ്ഞിട്ടല്ലടോ, നാട് നീങ്ങ വെളിച്ചമല്ലേ. പാമ്പ് പുറത്തിറങ്ങിയ ആളുകൾ തല്ലിക്കൊല്ലും. അയറ്റാ വെളിച്ചല്ലേ. കുഴിയിൽ വീണിട്ട് ഒരുത്തന്റെയും കാലൊടിയുന്നില്ല. കുണ്ടും കുഴിയൊക്കെ മാറ്റി 1-ാം തരം കോൺക്രീറ്റ് റോഡാക്കി കളഞ്ഞില്ലേ.
പണ്ട് അട്ടയും ചേരട്ടയും കിടന്ന വഴികളിലൊക്കെ ഇന്ന് ആളുകൾ പായ വിരിച്ച് കിടന്നുറങ്ങുക. നേര കള്ളന്റെയും വിഷവൈദ്യന്റെയും പണി അവസാനിച്ചു. നാട് നാറിയ മാറ്റം നോക്കണേ. കള്ളന്റെ പണി പോയാലെന്താ, പോട്ടെ. നാട്ടിൽ ഒരുത്തനും വിശപ്പടക്കാൻ മോഷ്ടിക്കാൻ ഇടയാവരുത്. നാട്ടിൽ ഒരു പെണ്ണും വിശപ്പടക്കാൻ മാനം വിൽക്കരുത്. കൊല്ലത്തിൽ 110 ദിവസം ഞങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങൾക്ക് പണി വാങ്ങി തരുന്നത്. നിങ്ങളൊന്ന് മാവേലി സ്റ്റോറിൽ ചെന്ന് നോക്ക്. ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളൊക്കെ മിതമായ വിലക്ക അവിടുന്ന് കിട്ടുന്നത്. എനിക്കും എന്റെ അമ്മയ്ക്കും മാസാമാസം പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഞാനെങ്ങനെ പണ്ടത്തെ പോലെ കക്കാൻ പോകണം? ഇപ്പൊ ഇവിടെ പറഞ്ഞതൊക്കെ ഏതാണ്ട് നമ്മളെ പൊരുത്തപ്പെട്ടു തരാം. ഇനി ഇങ്ങനെ അറിഞ്ഞുകൂടാത്തൊരു സംഗതി നമ്മൾ പറഞ്ഞു തരാം. അതെന്താ വേണ്ട പറവാ പറയാ. ചോപ്പും മഞ്ഞയും കലർന്ന വെള്ളം കുടിച്ച് വയറിളക്കം പിടിച്ച ഞമ്മക്ക് ഇപ്പൊ 1-ാം തരം കുടിവെള്ളം കിട്ടുന്നുണ്ടെന്ന്. അതിന് ഞങ്ങളുടെ വക ഒരു പ്രത്യേക നന്ദി പറയുന്നു. ഇപ്പൊ ഏതാണ്ട് ആളുകളുടെ കാര്യങ്ങളൊക്കെ സലാമത്തായില്ലേ? എന്നിട്ടും വൈദ്യന്റെ പണി പോയില്ലേ? ഓട്ടെ, അപ്പാണ് പോട്ടെ മൂപ്പ. എനിക്ക് തൊഴിലുറപ്പുണ്ട്, പെൻഷനുണ്ട്. രോഗികളില്ലാത്ത നാടാണ് വേണ്ടത്. മാവേലി നാട് പോലെ ഈ നാട് മാറി വരട്ടെ. നിങ്ങൾക്കറിയോ മൂപ്പ, അതിദരിദ്രരായ 23 കുടുംബങ്ങൾ ഇന്നലെ വരെ ഈ നാട്ടിലുണ്ടായിരുന്നു. വൈദ്യം പറഞ്ഞത് ഇന്ന് നല്ലോണം ശരിയാ. ഓടിക്കാണെങ്കിൽ രാവിലെ പട്ടിണി, ഇനി ഉച്ചയായാലോ ഉച്ചക്കും പട്ടിണി. അതൊക്കെ പുറത്ത് അന്തി വരെ കാട്ടാലോ അന്തിക്കും പട്ടിണി. എങ്ങനെ പട്ടിണി കിടക്കാതിരിക്കും? പണിക്ക് പോകേണ്ട കുടുംബനാഥന് മാറാ രോഗം. ആർക്കും ഒരു പണിക്കും പോയിക്കൂടാ. കേറിക്കിടക്കുന്ന പുരയാണെങ്കിലോ പുരാന്ന് പറഞ്ഞൂടാ. കണ്ടത്ത് പെയ്യുന്ന മഴ മുഴുവനും പുരക്കകത്താ പെയ്യുന്നത്. അല്ലോ, നരകമെന്ന് പറഞ്ഞാൽ നരകം തന്നെ. അതിനൊന്നും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പോയാ. അതൊക്കെ മുജ്ജന്മ പാവ, അല്ലാതെന്താ. മുപ്പ, നിങ്ങൾ മിണ്ടരുത്. മുജ്ജന്മ പാവം മണ്ണം കെട്ട ഒരു കുന്തമല്ല. രോഗവും ദാരിദ്ര്യവും ഒരു കുറ്റവുമല്ല. അത് നേരാ പെങ്ങളെ. രോഗവും ദാരിദ്ര്യവും ഒരു കുറ്റമല്ല, അതൊരവസ്ഥയാണ്. നമ്മുടെ സമൂഹത്തിനാണ് അവരെ കൈപിടിച്ച് കരക്കെത്തിക്കേണ്ട ചുമതല. എത്തിച്ചു, നമ്മളവരെ കരക്കെത്തിച്ചു കഴിഞ്ഞു. ഈ പഞ്ചായത്തിലെ 23 അതിദരിദ്ര കുടുംബങ്ങളെയും കൈപിടിച്ച് നമ്മൾ കരക്കെത്തിച്ച് കഴിഞ്ഞു. മരുന്നിന് മരുന്ന്, ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, ഒന്നിനും ഒരു കുറവുമില്ലാത്ത വിധം പരിഹരിച്ചു. ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി ചോർന്നൊലിക്കുന്ന കൂരക്ക് പകരം 1-ാം തരം കോൺക്രീറ്റ് വീട് എല്ലാം നേടിക്കൊടുത്തടോ. അവരുടെയൊക്കെ കണ്ണുനീർ എന്നേക്കുമായി ഒപ്പി. എന്തിനും ഏതിനും ദോഷം മാത്രം കണ്ടുപിടിക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഞമ്മക്കിഷ്ടായി. പെരുത്ത് എന്ന് പറഞ്ഞ പെരുത്ത് ഇഷ്ടായി. കണ്ടോ മൂപ്പൻ മിണ്ടുന്നില്ല. ഇപ്പൊ മഞ്ഞക്കണ്ണട വെച്ച മൂപ്പൻ കാണുന്നത് മുഴുവനും മഞ്ഞയാ. അത് അയാളുടെ കുഴപ്പമല്ല, അയാളുടെ കണ്ണടേന്റെ കുഴപ്പ. പോയാ അതിനെ കൊത്തി മോർത്തി കയറി കൊത്തണ്ട. ഞാൻ ആര് പറഞ്ഞാലും ന്യായം തന്നെയാ മൂപ്പ. ഞാനും ഇന്നലെ വരെ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. കൈരേഖ ശാസ്ത്രമെന്നും പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ഞാനും ജീവിച്ചിട്ടുണ്ട്. ഞാനത് നിർത്തി. ചാക്കുണ്ണി പറഞ്ഞതുപോലെ എനിക്കിപ്പോ അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം സംസ്ഥാന സർക്കാരും പഞ്ചായത്തും തന്നിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടി. വല്ല അസുഖം വന്ന സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറുണ്ട്, മരുന്നുണ്ട്. റേഷൻ കടയിലും മാവേലി സ്റ്റോറിലും മിതമായ വിലയ്ക്ക്
ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടാനുണ്ട്. എങ്ങനെ നോക്കിയാലും ജീവിതം സുന്ദരം. പോരെങ്കിൽ എനിക്കിപ്പോ പണിയും കിട്ടി. ഞാനിപ്പോ ഹരിതകർമ്മ സേനയാണ്. ഹലോ, അതെന്താ സാധനം? മാങ്ങോ കടിക്കോ മറ്റോ ചെയ്യോ? കോയൊക്കെ പറഞ്ഞ പോലെ അതെന്താ മോളെ സാധനോ? നിങ്ങളൊക്കെ ഏത് നാട്ടിലാ മനുഷ്യന്മാരെ പാർക്കുന്നത്? നിങ്ങളൊക്കെ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് സഞ്ചികളൊക്കെ ഈ മണ്ണും മറ്റ് ജലാശയങ്ങളുമൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമല്ലേ ഇത്? തോടും പുഴയും കുളങ്ങളും എന്തിന് കായലും കടലും വരെ പ്ലാസ്റ്റിക് കൊണ്ട് നശിച്ചു നാറാണക്കല്ല് കയറിയിരിക്കുന്നു. എന്താണ് ഇതിനൊരു വഴി? എത്ര കുടിയിറക്കിയാലും ഇറങ്ങിപ്പോകാത്തൊരു സാധനല്ലേ ഈ പ്ലാസ്റ്റിക്? അതിനാണിപ്പോൾ പരിഹാരം കണ്ടിരിക്കുന്നത്. വീട് വീടാന്തരം കയറിയിറങ്ങി പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുക. എന്നെ പോലുള്ളവരുടെ പണി ഇപ്പോ അതാ. അതിനാണ് ഞങ്ങൾക്ക് ഹരിതകർമ്മ സേന എന്ന് പേരിട്ടിരിക്കുന്നത്. ഈ പ്രകൃതിയെ രക്ഷിക്കുക, ഭൂമിയെ ഹരിതാപമായി നിലനിർത്തുക. പുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. കിട്ടി കിട്ടി, ഞമ്മക്കിപ്പോ പിടി കിട്ടി. അതല്ലേ നിങ്ങൾ ഞമ്മളെ പൊരേന്റെ മുമ്പിൽ കുന്നോളം കൂട്ടിക്കാൻ തീരുമാനിച്ചത്? ഞമ്മക്കത് ഭീഷണിയാവൂലേ? എന്ത് ഭീഷണി പോയേക്ക? എല്ലാം സമാഹരിച്ച് ഒരു സ്ഥലത്ത് കൂട്ടിയിടണ്ടേ? അവിടുന്നല്ലേ സംസ്കരണശാലയിലേക്ക് ലോറിയിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്? ആ നല്ല പ്രവർത്തിക്കല്ലേ നിങ്ങളൊക്കെ ചേർന്ന് പാറ വെച്ചത്? നാട് നന്നാവാനോ നന്നാക്കാനോ സമ്മതിക്കില്ല. അതാ ഇക്കൂട്ടരുടെ പണി. എന്നിട്ടിപ്പോ എന്തായി? പ്ലാസ്റ്റിക്കുകൾ കൂട്ടത്തോടെ കയറ്റി അയച്ച് അത് സംസ്കരിച്ച് അതുകൊണ്ടിപ്പോ റബ്ബർ റോഡ് ഉണ്ടാക്കാൻ പോകുക. അല്ലാന്റെ മോളെ, ഞമ്മക്കിതൊന്നും ആദ്യം തിരിഞ്ഞിട്ടില്ലേ? പലർക്കും തിരിയാത്തതും ഇത് തന്നെയാ. അതാ പറഞ്ഞത്, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാ നമുക്ക് ഈ നാടിനെ മാറ്റിയെടുക്കാം, സ്വർഗതുല്യമാക്കാം. ഈ മണ്ണിനെയും മനുഷ്യനെയും പൊന്നുപോലെ കാക്കാം. നന്മകൾ വരുന്ന വഴി സത്യത്തിൽ ഇപ്പോഴാ എനിക്കും മനസ്സിലായത്. എന്റെ വകയും ഒരു സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. പ്രിയരെ, മാവേലി നാടിനെ വീണ്ടും പിറവി കൊടുക്കാം. അതെ, പിറക്കട്ടെ. മാവേലി നാട് വീണ്ടും വീണ്ടും പിറക്കട്ടെ. തെക്കുനിന്നുമല്ല സൂര്യൻ, തെക്കുനിന്നുമല്ല സൂര്യൻ, ഉള്ളിൽ നിന്നുയർന്നു പൊന്തി വന്നുദിക്കണം. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ. മനുഷ്യനാകണം, മനുഷ്യനാകണം. കോഴിക്കോട് സ്റ്റേജ് ഫ്രണ്ട്സ് അവതരിപ്പിക്കുന്നു എന്റെ ഗ്രാമം സുന്ദര ഗ്രാമം.